Dear students and teachers, ഇന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ലൈറ്റ് ബോർഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ ടീച്ചിങ്ങിന് നമുക്ക് വളരെ സഹായകമായ ഒരു ടൂളാണ് ലൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ലൈറ്റ് ബോർഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെയാണ് ഈ ലൈറ്റ് ബോർഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ബോർഡിൻ്റെ വർക്കിംഗ് വ്യക്തമായി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് ബോർഡ് നമുക്ക് സിമ്പിളായിട്ട് നിർമ്മിക്കാൻ കഴിയും. ഒന്നുകിൽ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട്, അതായത് നിന്നുകൊണ്ട് ബോർഡിൽ എഴുതുന്ന രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് എഴുതുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസ് എന്ന് പറയുമ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 4x3 ഡയമെൻഷനുള്ള ഗ്ലാസ്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 6 mm തിക്നെസ് ആണ്. ഇതിൽ നമ്മൾ ഈ ഗ്ലാസ് സാധാരണ ഗ്ലാസ് മതി, പക്ഷേ നമുക്ക് കൂടുതൽ നല്ലത് നമ്മൾ നോട്ടീസ് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന അക്രിലിക് ടൈപ്പ് ഗ്ലാസ്സാണ്. അപ്പോൾ ഈ അക്രിലിക് ടൈപ്പ് ഗ്ലാസ്സാണ് ഇതിന് വേണ്ടത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ഇതിനൊരു സ്റ്റാൻഡ്, അതായത് ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഒന്നുകിൽ മരത്തിൻ്റെ ഫ്രെയിമിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫ്രെയിമിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ LED സ്ട്രിപ്പാണ്. LED സ്ട്രിപ്പ് നമുക്ക് ഒരു 5 മീറ്റർ LED സ്ട്രിപ്പ് ആവശ്യമാണ്. ഇതാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മളിത് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാം. അത് നമ്മൾ ആദ്യം ഒരു ഫ്രെയിം, അതായത് ഗ്ലാസ് നമ്മൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള ഫ്രെയിം സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇവിടെ LED സ്ട്രിപ്പ്, അതായത് ലൈറ്റ് ഈ ഗ്ലാസ്സിലേക്ക് കടന്നു പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, LED സ്ട്രിപ്പ് നമ്മൾ ഒട്ടിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട്, ഇവിടെ LED സ്ട്രിപ്പ് നമ്മൾ LED സ്ട്രിപ്പ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അതായത് ലൈറ്റ് ഗ്ലാസ്സിന് ഉള്ളിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ ആക്ച്വലി ഇവിടെ നമ്മൾ ഈ ലൈറ്റ് ബോർഡിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് ശരിയായ രീതിയിൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ LED സ്ട്രിപ്പ് ഒട്ടിച്ച് വെക്കണം. അതേപോലെ തന്നെ LED സ്ട്രിപ്പിന് വേണ്ടി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ആവശ്യമാണ്. 12 വോൾട്ട് അഡാപ്റ്റർ. LED സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷം ഗ്ലാസ് ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോർഡ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ബോർഡ് ഇപ്പോൾ റെഡിയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ബ്ലാക്ക് ആയിരിക്കണം. നമുക്ക് ഒരു ബ്ലാക്ക് കർട്ടൺ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്ക് ആയിരിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ലൈറ്റ്, നമ്മളെ ഫോക്കസ് ചെയ്യുന്ന 3 ലൈറ്റ് ആവശ്യമാണ്. അതായത് മുകളിൽ നിന്ന് ഒരു ലൈറ്റും അതേപോലെ തന്നെ 2 സ്റ്റാൻഡിൻ്റെ 2 സൈഡിൽ നിന്ന് നമുക്ക് ഗ്ലാസ്സിൽ വീഴാതെ ലൈറ്റ് ഫിറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് വിൻഡോ മാർക്കർ ആവശ്യമാണ്. വിൻഡോ മാർക്കർ ആമസോണിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള വിൻഡോ മാർക്കർ ഒരു 370 രൂപയാണ് ഒരു സെറ്റ് വിൻഡോ മാർക്കറിന്. അതല്ലെങ്കിൽ നിയോൺ മാർക്കർ, കോസ്റ്റ്ലി ആയിട്ടുള്ള നിയോൺ മാർക്കറും അവൈലബിൾ ആണ്. നനഞ്ഞ തുണി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ മുകളിൽ എഴുതിയത് എളുപ്പത്തിൽ മായ്ക്കാൻ കഴിയും. ഇനി നമുക്ക് റെക്കോർഡിങ് ശ്രദ്ധിക്കണം. റെക്കോർഡിങ്ങിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാമറ ഇതേപോലെ നമ്മൾ ക്യാമറയിൽ എക്സ്പോഷർ സെറ്റിംഗ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ലൈറ്റ് കൂടുതൽ ആകുമ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ ഗ്ലാസിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അത് നമ്മൾ ലൈറ്റ് കുറച്ച് എക്സ്പോഷർ കുറച്ച് വെച്ചാൽ മതി. നമ്മുടെ മൊബൈലിൽ എക്സ്പോഷർ സെറ്റിംഗ് ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. എക്സ്പോഷർ സെറ്റിംഗ് ഇതുപോലെ എക്സ്പോഷർ സെറ്റിംഗ് ശരിയാക്കിക്കൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്പോസിറ്റാണ് നമ്മൾ കാണുക. ഇത് നമ്മൾ ഏതെങ്കിലും എഡിറ്ററിൽ നമുക്ക് മിറർ ഓപ്ഷൻ വഴി നമുക്ക് ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് മാറ്റി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വീഡിയോ ചെയ്യേണ്ടത്.